നമസ്കാരം, ഞാൻ സിന്ധു അരുൺ. ഇന്ന് നമുക്ക് വലച്ചി എന്ന രാഗത്തിലുള്ള ഒരു കൃതി നൊട്ടേഷൻ ഉൾപ്പെടെ നോക്കാം. പാദമേ തുണൈ പരമശിവ എന്ന് തുടങ്ങുന്ന കൃതിയാണ്. ഇതിൻ്റെ കമ്പോസർ പാപനാശം ശിവനാണ്. രൂപക താളത്തിലാണ് ഈ കൃതിയുള്ളത്. വലച്ചി രാഗം 16ാമത്തെ മേളകർത്ത രാഗമായ ചക്രവാകത്തിൻ്റെ ജന്യമാണ്. ഇതൊരു ഔഡവ രാഗമാണ്. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ വീതമുള്ള രാഗമാണ്. ഇതിന്റെ ആരോഹണം അവരോഹണം നമുക്കൊന്ന് പാടി നോക്കാം. സ ഗ പ ധ നി സ സ നി ധ പ ഗ സ സ ഗ പ ധ നി സ സ നി ധ പ ഗ സ. ഷഡ്ജവും പഞ്ചമവും കൂടാതെ അന്തരഗാന്ധാരം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം എന്നിവയാണ് വലച്ചിയുടെ സ്വരങ്ങൾ വരുന്നത്. വലച്ചി രാഗം നമ്മുടെ സിനിമാ സംഗീതത്തിൽ കുറച്ചേറെ ഗാനങ്ങൾ വലച്ചി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഓണപ്പാട്ടായ പൂവിളി പൂവിളി പൊന്നോ ഇത് വലച്ചി രാഗത്തിലാണ്. കൂടാതെ ഒത്തിരി ഒത്തിരി മോഹങ്ങൾ കതിരിട്ട പുത്തരി ചമ്പാത് പാടത്ത് ഇതുകൂടാതെ മാനം തെളിഞ്ഞു നിന്നാൽ മനസ്സും നിറഞ്ഞു വന്നാൽ വേണം കല്യാണം. ഇതുകൂടാതെ കാടാറുമാസം നാടാറുമാസം, ദേവി ശ്രീദേവി, കാവ്യനർത്തകി ചിലമ്പൊലി ചാർത്തിയ, ഇങ്ങനെ ഒത്തിരി ഗാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വലച്ചി രാഗത്തിൽ. ഇവിടെ നമുക്ക് പിന്നെ പല്ലവി ഒന്ന് പാടി നോക്കാം. പാദമേ തുണൈ പരമശിവ. സമത്തിലാണ് തുടങ്ങുന്നത്. പാദമേ തുണൈ പരമശിവ, മലർ പാദമേ തുണൈ പരമശിവ, ഭയങ്കര ഭവക്കടൽ അമൈന്തുടൻ എനക്കുനത് പാദമേ തുണൈ. ഇങ്ങനെയാണ് പല്ലവി സാഹിത്യം വരുന്നത്. സമത്തിൽ തുടങ്ങും. പാദമേ തുണൈ പരമശിവ, പാദമേ തുണൈ പാദധനി സ പാദമേ തുണൈ നിരബ പാദധനി സ നിരബ. ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാല് പാദമേ എന്ന് വരുന്നത് പാദമേ പാദധനി സ. ആദ്യത്തെ 2 അക്ഷരം സ്വരവും സാഹിത്യവും ഒരേപോലെയാണ് വരുന്നത്. പാദമേ എന്നുള്ളതിൽ പാദ സാഹിത്യവും അത് തന്നെ, സ്വരവും പാദ ആണ് വരുന്നത്, പാദ. അപ്പം ഇതിനെ ഒരേപോലെ സാഹിത്യവും സ്വരവും വരുന്നതിനെ നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിൽ സ്വരാക്ഷരം എന്നറിയപ്പെടും. ഒരുപാട് കൃതികളിൽ നമുക്കത് കാണാൻ സാധിക്കും. പാദമേ തുണൈ പരമശിവ പരമ ഗപ പരമ ഗപ ഗസ ശിവ ഗപ ഗപ ഗസ ഗപ പരമശിവ. പാദമേ തുണൈ പരമശിവ, പാദമേ തുണൈ പരമശിവ. മലർ മലർ അവസാനം, വീച്ചിന്റെ അവസാനം എടുക്കും. വീച്ചിന്റെ ഒരക്ഷരം തള്ളി വരും. മലർ മലർ സഗ എന്ന് വരും. അപ്പം പാദമേ തുണൈ പരമശിവ, മലർ പാദമേ തുണൈ പരമശിവ, മലർ പാദമേ തുണൈ. രണ്ടാമത്തെ സംഗതി അങ്ങനെയാണ് വരുന്നത്. പാദമേ തുണൈ പാദമേ ഇതവദനിസ മേ തുണൈ നിന്നിരത
ಶಿವ ಪರಮ ದದವ ಗದ ಪರಮ ಶಿವ ಗಪ ಪರಮ ಶಿವ ದ ದ ದ ಪರಮ ಪರಮ ದದವ ಗದ ಶಿವ ಗಪ ಪಾದ ಮೇ துணை பரம சிவ மலர் பாதமே துணை பரம சிவ. അടുത്തത് വരുന്നത് മലർ പാദമേ തുണை മേ തുണை നിരവധ നിസജ എന്നാണ് അടുത്ത വ്യത്യാസം വരുന്നത്. അടുത്ത സംഗതിയുടെ ചേഞ്ച് വരുന്നത് പാദ നിരവധ നിസജ പാദമേ തുണൈ പരമ ശിവ ശിവ ഗനിതവ ശിവ പാദമേ തുണൈ 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 രണ്ടാമത്തെ സംഗതി പോലെ തന്നെ വരും. നിന്നിതവ ഗവ തുണൈ പരമ തവ ഗദ പരമ ശിവ ഗനിതവ ശിവ പാദമേ തുണൈ പരമ ശിവ ഭയങ്കര. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലേക്ക് പോണം. ഭയങ്കര ഭവകടൽ அமைந்துடன் எனக்குனது பயங்கர மகபதனி பவகடல் பவகடல் பவ நிகச நிகச பவகடல் சரி நீ கடல் அமைந்துடல் அமை நிதசா அமைந்துடன் நின்னிதவ துடன் எனக்குனது கபகசக எனக்குனது பயங்கர பவகடல் அமைந்துடன் எனக்குனது பாதமே துணை பரம சிவ ഭയങ്കര. ഭയങ്കര വരുന്നത് രണ്ടക്ഷരം തള്ളി വരും. ഭയങ്കര ഭവകടൽ அமைந்துடன் எனக்குனது பாதமே துணை பரம சிவ பயங்கர ഭവകടൽ அமைந்துடன் எனக்குனது பாதமே துணை பரம சிவ ഭയങ്കര ഭവകടൽ. അപ്പൊ ആ വരിയുടെ രണ്ടാമത്തെ സംഗതി വരുന്നത് ഭയങ്കര ഭവകടൽ സഗമഗംഗ സാസ ഭവകടൽ அமைந்துடன் எனக்குனது பயங்கர ഭവകടൽ அமைந்துடன் எனக்குனது பாதமே துணை பரம சிவ பயங்கர ഭവകടൽ அமைந்துடன் எனக்குனது பாதமே துணை பரம சிவ பயங்கர ഭവകടൽ அமைந்துடன் எனக்குனது பாதமே துணை பரம சிவ. ഇതിൻ്റെ പല്ലവി സാഹിത്യം മൊത്തത്തിലൊന്ന് പാടി നോക്കാം. പാദമേ തുണൈ
சிவ பாதமே துணை பரமசிவ மலர் பாதமே துணை பரமசிவ மலர் பாதமே துணை பரமசிவ மலர் பாதமே துணை பரமசிவ மலர் பாதமே துணை பரமசிவ பயங்கர பவக்கடல் அமைந்துடல் எனக்குனது பாதமே துணை பரமசிவ பயங்கர பவக்கடல் அமைந்துடன் எனக்குனது பாதமே துணை பரமசிவ பயங்கர பவக்கடல் அமைந்துடன் எனக்குனது பாதமே துணை பரமசிவ பயங்கர பவக்கடல் அமைந்துடன் எனக்குனது பாதமே துணை பரமசிவ. ഇതിൻ്റെ അനുപല്ലവി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. താങ്ക് യു.